ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾക്ക് മുസ്ലിമീങ്ങളാണല്ലോ. ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇസ്ലാം തെറ്റിനെ അല്ല നിരോധിക്കുക, അതിലേക്കുള്ള വാതിലുകൾ അടക്കുന്ന മതമാണ്. ലാ തഖറബു സിന എന്ന ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, ഈ ഡോണ്ട് നിയർ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഡോണ്ട് ഡു വ്യഭിചാരം ചെയ്യരുതെന്നല്ല, നിങ്ങൾ അതുമായിട്ട് അടുക്കരുത്. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? അത് കുറച്ച് ബേസിക് സൈക്കോളജി എങ്കിലും പഠിച്ച ഒരാളോട് ചോദിച്ചാൽ മനസ്സിലാവും. അതെന്താണ്? കാഴ്ചയാണ്. ഒരാണിന് ഒരു പെണ്ണിൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ഘടകം വിഷ്വൽ സ്റ്റിമുലേഷൻ ആണ്. ആണോ? അല്ലേ? ആണുങ്ങൾ പറ, കാഴ്ചയിൽ നിന്നല്ലേ? അല്ലേ? പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനല്ല. പെണ്ണുങ്ങൾ ആണിൻ്റെ വിശദീകരിച്ച് പറയുന്നില്ല. പെണ്ണുങ്ങൾക്ക് കാഴ്ചയിലല്ല, പെണ്ണുങ്ങളെ കെയർ ചെയ്യുന്ന ആള്, എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാൾ. ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവുമായിട്ട് ഒന്നിച്ചിരിക്കാനോ തമാശ പറയാനോ ഒന്നും സമയമില്ല. കാരണം ഭർത്താവ് നല്ല തിരക്കാണ്. കാരണം ഒരുപക്ഷെ പല ജോലിയുടെ ബിസിനസ്സിൻ്റെ ഒക്കെ തിരക്കുകളൊക്കെ ഉണ്ടാവും. എന്തോ ആയിക്കോട്ടെ, ഭർത്താവ് തിരക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പെണ്ണിന് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ വിഷയം മനസ്സിലാക്കണമെങ്കിൽ വേറൊരു കാര്യം കൂടി ആദ്യം പറയണം. അതായത് ചുരുക്കി പറയാണ്, ഒരു പ്രോബ്ലം ഉണ്ടായാൽ, മനുഷ്യന്മാർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ. ഒരു പ്രോബ്ലം ഉണ്ടായാൽ ആണ് ആ പ്രോബ്ലം പരിഹരിക്കുന്ന രീതി വേറെയാണ്, പെണ്ണ് അത് പരിഹരിക്കുന്ന രീതി വേറെയാണ്. ആണിനൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടനെ ആരോടും പറയുന്ന പ്രകൃതം അല്ല. അത് ആണിനൊരു കുറച്ചിൽ പോലെയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ആലോചിച്ചിട്ട് എന്താ പരിഹാരം, ഒറ്റക്ക് ആലോചിച്ചിട്ട് ഒരു പരിഹാരം കണ്ടെത്തുന്നവരെ മിക്കവാറും ആലോചിക്കും. ഇനി അത് അഥവാ പറയൽ നിർബന്ധമാണെങ്കിൽ രണ്ടാളോടെ പറയാം. ഒന്ന്, ഒരു എക്സ്പേർട്ട്, ആ വിഷയത്തിൽ എക്സ്പേർട്ടായ ഒരാളോടാണ് പറയാം. അല്ലെങ്കിൽ കൂട്ടുകാരനോടാണ് പറയാം. അത് ഭാര്യയോട് ദേഷ്യം ഉള്ളതുകൊണ്ടല്ല. അത് ചില പെണ്ണുങ്ങൾ അങ്ങനെ വിചാരിക്കാറുണ്ട്, എന്നോടെന്താ ഒക്കെ പറയാത്തത്. അത് ഭാര്യയോട് ദേഷ്യം ഉണ്ടായത് കൊണ്ടല്ല, അത് ആണിൻ്റെ പ്രകൃതം അങ്ങനെയാണ്. എന്നിട്ട് ഭർത്താവ് ആ സമയത്ത് ഭർത്താവിൻ്റെ കളിയും ചിരിയും തമാശയും എല്ലാം കുറയും. ഇത് പൊയ്ക്കോടുന്ന മനുഷ്യർ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഓരോരോ ഇതിലാണ് ആ പറയുന്നത്, ആ ഘട്ടങ്ങളിലാണ്. അതേസമയം ഒരു പെണ്ണിനൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പെണ്ണത് പരിഹരിക്കുന്ന രീതി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതെന്താ? പെണ്ണിൻ്റെ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാലാണ് ഒരു സമാധാനം കിട്ടുക. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് ആരെങ്കിലും ഒന്ന് കേൾക്കാൻ വേണം. അല്ലേ? പെണ്ണുങ്ങൾ ആണെങ്കിൽ ഇങ്ങനെ ആക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആക്ക്. ഒരു പെണ്ണിന് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ആരോടെങ്കിലും ഒന്ന് പറയണം. ആ ആരോടെങ്കിലും എന്നുള്ളത് ആരാവാനാണ് പെണ്ണിന് ഇഷ്ടം? ഭർത്താവ് ആവാനാണ് ഇഷ്ടം. പക്ഷെ ഭർത്താവിനെ കിട്ടുന്നില്ല. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണേ, പണി പാളുന്ന വിഷയം പറയുന്നത്. ഭർത്താക്കന്മാർക്ക് സമയമില്ല, കാരണം ഫുള്ള് തിരക്ക്. പിന്നെ അള്ളാൻ്റെ ഔദാര്യം കൊണ്ടൊരു 230 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അൽഹംദുലില്ലാ. എന്നോട് ഒരാൾ പറഞ്ഞു 200 വാട്സപ്പ് ഗ്രൂപ്പായി എന്ന് പറഞ്ഞു. ഒരു സന്തോഷം കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? 200 വാട്സപ്പ് ഗ്രൂപ്പായത്ര ഒരു ചങ്ങാതിക്ക്. നമുക്കിത് ആകെ 8-10 ഗ്രൂപ്പ് ഉണ്ടായിട്ട് നോക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് നീ അതൊക്കെ മാനേജ് ചെയ്യുന്നത്? ഇപ്പം ഇവൻ്റെ വർത്താനം കണ്ടാൽ വിചാരിക്കും എന്താ, നാളെ മഹ്ശറിൽ അള്ളാഹു ഒരു പ്രത്യേക ക്യൂ വെക്കും. ഏതാണ് ക്യൂവിൽ വാട്സപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ഒരു വാട്സപ്പിൻ്റെ ക്യൂ. അതെന്താണ്? 200 ഗ്രൂപ്പിലധികം മെമ്പർഷിപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ക്യൂവിൽ നിൽക്കുക. എന്നിട്ട് പറയും ഈ ബാബുൽ വാട്സപ്പ്, സ്വർഗത്തിലേക്കുള്ള ഒരു ബാബ്, വാട്സപ്പ് ബാബു എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഇല്ല കേട്ടോ, ഇവൻ്റെ വർത്താനം കണ്ടാൽ അങ്ങനെ തോന്നുന്നാ പറയുന്നത്. എന്നിട്ട് അങ്ങനെ സ്വർഗത്തിലേക്ക് ഇവിടുന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനെയൊന്നും ഇല്ല മക്കളെ. എന്നിട്ട് ഞാൻ പറയുന്നത് എനിക്കെപ്പോഴും തോന്നാറ്, ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ചിന്തിച്ചു നോക്കി, എന്തിനാണ് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ? ആവശ്യമുള്ളതും ഇല്ലാത്തതും വെറുതെ വേസ്റ്റായിക്കാൻ എത്ര ഗ്രൂപ്പുകളുണ്ട്. ആ വിഷയത്തിലൊക്കെ വല്ലാത്ത ഭാഗ്യവാന്മാരാണ് ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ. ഈ പ്രായമുള്ള ആൾക്കാരില്ലേ, ഈ വാട്സപ്പ് ഇല്ലാത്തവരെന്ന് കൈപ്പൊക്കെ കാണട്ടെ. ആ സമാധാനത്തിൽ പെണ്ണുങ്ങൾ കൈപ്പൊക്കെ, വാട്സപ്പ് ഇല്ലാത്തവർക്ക് കൈപ്പൊക്കെ. സമാധാനത്തിൽ പടച്ചോനെ ഇങ്ങൾക്കൊക്കെ വാട്സപ്പ് ഉണ്ടോ? ഞാൻ ഇവരെ കണ്ടിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കൈപ്പൊക്കാൻ പറഞ്ഞു. ഇവിടെ ഒന്നുകൂടെ കൈപ്പൊക്കെ, കാണട്ടെ. വാട്സപ്പ് ഇല്ലാത്തവർ കൈപ്പൊക്കെ. സമാധാന ജീവിതം നയിക്കുന്നവരെ കാണെങ്കിൽ ഓരോ നോക്കിയോളി. മതി പടച്ചോനെ, ബാക്കിയൊക്കെ വാട്സപ്പ് എടുത്തോ. അത് ഒട്ടും വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് ഉപയോഗത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സമയം മൊത്തം അതിലായി പോകുന്ന പറഞ്ഞു. എനിക്കൊക്കെ വാട്സപ്പ് ഉണ്ട്, പക്ഷേ എന്നോട് എത്ര ആൾക്കാർ നിങ്ങൾക്ക് എന്താ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തതെന്ന്. ഞാൻ പറഞ്ഞു, മോനെ അത് നോക്കിയിരിക്കുന്ന പണിയില്ല, അത്യാവശ്യം എന്തുണ്ടോ നോക്കും, അത് പിന്നീട് വെക്കും. കാരണം എനിക്ക് എൻ്റെതായ ഡ്യൂട്ടികൾ ചെയ്യണ്ടേ. ഇതെന്താ സംഭവം എന്നറിയോ? കുടുംബത്തിലെ ഐക്യം ഇല്ലാതാകുന്നതിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ബന്ധം എവിടെയാണ് ഇല്ലാതാവുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു പൊട്ടത്തരം മനസ്സിലാക്കണം നമ്മൾ. അതായത് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞോ ബിസിനസ് കഴിഞ്ഞോ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നു. ഈ വീട്ടിൽ ഞാൻ എത്തുന്ന സമയത്ത് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഉമ്മ അവിടെ ഉണ്ട്. എനിക്ക് ജന്മം നൽകിയ 9 മാസക്കാലം കൊണ്ടു കിടന്ന് എനിക്ക് ജന്മം നൽകിയ, എൻ്റെ കാട്ടിച്ചതും മുദ്രിച്ചതും ഒക്കെ വാരിക്കോരി നന്നാക്കി എൻ്റെ എല്ലാ സെക്കൻഡിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന
പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത് പനിയാകുമ്പോൾ കൂടെ നിന്ന് എല്ലാ സമയത്തും ഞാൻ ഒരർത്ഥത്തിൽ പറഞ്ഞ കല്യാണം കഴിക്കുന്നത് വരെ 25 വയസ്സിലാണെങ്കിൽ 25 വർഷം മുഴുവനും എൻ്റെ ഉമ്മാൻ്റേതായിരുന്നു ഞാൻ. 25ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അല്പമെങ്കിലും ആ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ഭാര്യ ഏറ്റെടുത്തത്. 25 കൊല്ലക്കാലം എന്നെ മുഴുവനും നോക്കിയത് എൻ്റെ ഉമ്മ. ആ ഉമ്മ എൻ്റെ വീട്ടിൽ, ഞാനിങ്ങനെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഉമ്മാൻ്റെ റൂമിൽ ഉമ്മ ഉണ്ട്. ആ ഉമ്മാനോട് മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് 2 വർത്തമാനം പറയാൻ എനിക്ക് സമയമില്ല. എൻ്റെ പണി എന്താ, ഞാൻ അപ്പുറത്ത് റൂമിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ തോണ്ടുക. ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത, നേരിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതൊക്കെയോ ആളുകളുമായിട്ട് ചാറ്റ് ചെയ്ത് അതിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മാനോട് 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. മക്കളെ, വല്ലാത്ത കഷ്ടപ്പാടാണിത്. ഇതിൽ നിന്ന് മാറണം എന്നാണ് ഞാൻ പറയുന്നത്. മാറണ്ടേ? പറയേ, നിങ്ങളൊക്കെ ഇങ്ങനെയാണെന്നല്ലട്ടോ പറയുന്നത്. ശ്രദ്ധിക്കാൻ വേണ്ടി കുറേ ശ്രദ്ധിക്കുന്നവരുണ്ടാവും, പക്ഷെ അല്ലാത്തവരും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് ആ ഉമ്മ മരിച്ചിട്ട് സങ്കടവും പറയും. ഈ ഉമ്മല്ലേ, ഇവനെ ഫുള്ള് അവിടെ റൂമിൽ ഇരുന്നിട്ട് തോണ്ട പണി, ഉമ്മാനെ നോക്കാൻ സമയമില്ല. എന്നിട്ട് ഉമ്മ മരിച്ചിട്ട് പറയും, എന്നാലും ഉമ്മ മരിച്ചു പോയല്ലോ. അതിലർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഫൽ യുഹ്ബിറുഹു ഇന്നഹു യുഹിബ്ബുഹു എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാതിരുന്നിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കണം. അതിനാണ് എന്തിൻ്റെ, അത് ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കൽ പുണ്യകർമ്മമാണ് എന്ന് ഇസ്ലാം പറഞ്ഞത്. കഅബയിലേക്ക് നോക്കൽ പുണ്യമാണ്, അതേപോലെ ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്. ആ കൂട്ടത്തിലാണ് പെടുത്തിയത്. പെറ്റ ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണെന്നാ. അതെങ്ങനെ നോക്കൽ, ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അതല്ല. ഈ കുടച്ചാക്കറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വാപ്പാൻ്റെ ഉമ്മാനോടൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊരുമാതിരി കളിയാക്കുന്നതിന് തുല്യമാണ്. മൊബൈലിൽ പറഞ്ഞോ കളിയാക്കുന്നതിന് തുല്യമാണത്. ഈ ഭാര്യമാരോട് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ അൺഡിവൈഡഡ് അറ്റൻഷൻ വേണം. ഉമ്മാനോട് സംസാരിക്കുമ്പോൾ, ബാപ്പാനോട് സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ. അതില്ലാത്തത് കൊണ്ടാണ് അകന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നെന്താ, അങ്ങനെ ഞാൻ പുറത്തുനിന്നൊക്കെ വന്നിട്ട് 4000-5000 കിലോമീറ്റർ അപ്പുറത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഗ്രൂപ്പൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. 2 അടി അപ്പുറത്തുള്ള റൂമിൽ എൻ്റെ ഉമ്മാനോട് സംസാരിക്കാനാണ് എനിക്ക് സമയമില്ലാത്തത്. ഇനി കല്യാണം കഴിഞ്ഞ് ഭാര്യയും മക്കളുള്ള ആൾക്കാർ ചിന്തിക്കുക, അതെന്താ, എൻ്റെ കൂടെ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റേതായിട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ടാവും. ആ ഭാര്യയ്ക്കും പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. അത് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. അതിപ്പോൾ ഓള് എന്നും എൻ്റെ ഭാര്യ തന്നെയല്ല, നാളെ പറഞ്ഞാലും പോരെ. നാളെ ഇത് തന്നെയാണ് അവസ്ഥ, മറ്റന്നാൾ ഇത് തന്നെയാണ് അവസ്ഥ. സംസാരിക്കാൻ സമയമില്ല. ഞാൻ ഈ അവിഹിത ബന്ധം എങ്ങനെ ഉണ്ടാവുന്നു എന്നതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ മക്കളുടെ കാര്യം ആലോചിച്ച് നോക്കി. ഈ മക്കളിങ്ങനെ ചോദിക്കുന്നുണ്ടോ, എൻ്റെ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, വാപ്പ എപ്പോഴാണ് വരാൻ, ഇപ്പച്ചി എപ്പോഴാണ് വരാൻ ചോദിക്കും. എനിക്ക് 3 കുട്ടികളുണ്ട്. 9 വയസ്സുള്ളൊരു മോനുണ്ട്, 6 വയസ്സുള്ളൊരു വേറെ മോനുണ്ട്, 2.5 മോനുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ 5 വയസ്സുള്ള മോനെ, 4 വയസ്സുള്ള സമയത്ത് ഞാനിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ദൂരത്തൊരു പരിപാടി, കൊല്ലത്തോടെ പരിപാടി കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിങ്ങനെ വരുന്ന സമയത്ത് ഇവനുണ്ട് കുറേ ബലൂണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 വയസ്സുള്ള മോനെ ഞാൻ പാപ്പ എപ്പോഴാണ് അവരെ ചോദിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കാം. അപ്പം ഞാൻ വന്ന സമയത്ത് പിന്നെ പണി എന്താണെന്നറിയോ, പാപ്പ വരി നമുക്ക് കളിക്കുക, ബലൂൺ കളിക്കാമെന്ന്. അപ്പോൾ എന്താ സംഭവം, ഈ 4 വയസ്സുകാരൻ അവൻ്റെ പാപ്പാനെ കളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണേ, ഈ 4 വയസ്സുകാരനോട് ഞാൻ എന്താ ചോദിക്കേണ്ടത്? എടാ, കോമൺ സെൻസ് ഇല്ലടാ എനിക്ക്. കേരളത്തിൽ അറിയപ്പെട്ട ഒരു മനഃശാസ്ത്ര വിദഗ്ധനോടാണോടാ വെറും 4 വയസ്സുകാരനായ നീ ബലൂൺ തട്ടി കളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? ഉളുപ്പില്ലടാ, നാണമില്ലടാ എനിക്കെന്ന് പറയാൻ പറ്റുമോ? അവൻ്റെ മുമ്പിൽ ഞാൻ വീട്ടിലാരാ, കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാ? പറ, ആണോ 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 അല്ല, ഞാൻ അവൻ്റെ പ്രൊഡ്യൂസറാണ്, അവൻ്റെ തന്തയാണ് ഞാൻ, അല്ലെങ്കിൽ അവൻ്റെ ബാപ്പയാണ് ഞാനവിടെ കളിച്ചേ പറ്റുള്ളൂ. എനിക്ക് സമയമില്ല എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വലിയ മോനെ ഒരിക്കൽ സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ടായി. മീറ്റിംഗ് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ മീറ്റിംഗാണ്. അതായത് ഓരോ കുട്ടിക്കും, അവനൊരു പ്രീ സ്കൂളിൽ പഠിച്ചിരുന്നു. ആ പ്രീ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് ആ ടീച്ചർ 1/2 മണിക്കൂർ സംസാരിക്കും. ആ സമയത്ത് വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ മീറ്റിംഗ്. അപ്പോൾ ഞാനും ഓൻ്റെ ഉമ്മാറിന് എൻ്റെ ഭാര്യയായിട്ട് വരും അല്ലേ, അത് കൺഫ്യൂഷൻ. ഞാനും ഓൻ്റെ ഉമ്മയും കൂടെ ഞങ്ങൾ പോകാൻ കാരണം എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീറ്റിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ നേരത്തെ ഡേറ്റ് നിശ്ചയിച്ചു. അപ്പോൾ ഞാൻ അന്ന് ലീവാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. വേറെ പരിപാടി ഏറ്റില്ല. പെട്ടെന്ന് സ്കൂളിൽ ടീച്ചേഴ്സ് ഡേറ്റ് മാറ്റിയ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ അതേപോലെ ഇവിടെ ഒരു സ്ഥലത്ത് പരിപാടിക്ക് ഏറ്റിരുന്നു. എനിക്ക് ഏറ്റ പരിപാടി മുടക്കാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് സംഘാടകരോട് ചെയ്യുന്നൊരു അനീതിയാണ്. പനി ഉണ്ടായാൽ പോലും ഞാൻ പരമാവധി പോകാറുണ്ട്. ഒരു നിലക്കും കഴിയില്ലെങ്കിൽ മാത്രം ഞാൻ കഴിയില്ല എന്ന് പറയാറുള്ളൂ. പിന്നെ മോന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത് മാറ്റി നിശ്ചയിച്ച മീറ്റിങ്ങിന് എനിക്ക് വരാൻ പറ്റൂല. ഇത് അവൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, ബാപ്പാക്ക് വരാൻ കഴിയില്ലടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചങ്ങാതി അവൻ്റെ സങ്കടം പ്രകടിപ്പിച്ചു. അവൻ്റെ സങ്കടം, അവൻ്റെ ദേഷ്യം, അവൻ്റെ വെറുപ്പെല്ലാം പ്രകടിപ്പിച്ചു. എന്താ പറഞ്ഞതെന്ന് അറിയോ? എന്നാൽ തിരക്കില്ലാത്തൊരു വാപ്പാനെ വാങ്ങിത്തരാൻ പറയുമെന്ന് പറഞ്ഞു.
അവൻ പറഞ്ഞത് വലിയ വിഷയമാണ്. അതായത് അന്നവൻ 6 വയസ്സുകാരൻ്റെ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം ഉണ്ട് അതിൽ. കാരണം നമ്മുടെ കുട്ടികൾക്കൊരു വിഷയം വരുമ്പോൾ അതിന് അവൈലബിൾ ആവാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് കച്ചവടം? എൻ്റെ ഭാര്യനെ ഗർഭിണിയായിട്ട് അത് കൊണ്ടുപോകാൻ എനിക്ക് എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ ഏർപ്പാട്? എൻ്റെ ഭാര്യയ്ക്ക് നിർണായകമായൊരു സമയമാണ് ഗർഭം എന്ന് പറയുന്നത്, പ്രസവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പ്രവാസികളോടൊക്കെ പരമാവധി പറയാറുണ്ട്, ഒരു 10 ദിവസത്തിനാണെങ്കിൽ 10 ദിവസം, 2 ആഴ്ചയാണ് 2 ആഴ്ച. ആ പ്രസവത്തിൻ്റെ ആ ഡേറ്റിൻ്റെ സമയത്ത്, ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും വേണോ? ഇത് 2-ാം തീയതി പറഞ്ഞിട്ട് 8-ാം തീയതി മുമ്പ് ലീവൊക്കെ നോക്കണ്ടേ? ഒരു അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും കഴിയൂല, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, തമാശ പറഞ്ഞതാ. എന്നാലും പ്രവാസ ലോകത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ജോലി അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ പ്രസവ സമയത്ത് നിർണായകം, എൻ്റെ ഭാര്യ എൻ്റെ കുട്ടിനെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ അടുത്തില്ലെങ്കിൽ പിന്നെ ആരാ നിൽക്കും? ഓളമ്മ ഉണ്ടായിട്ട് ഭർത്താവുമോ? എൻ്റെ അമ്മ ഉണ്ടായിട്ട് ഓളെ ഭർത്താവുമോ? അത് ഉമ്മാൻ്റെ സ്ഥാനത്താണ്, അത് വേറൊരു ധൈര്യമാണ്. ഈ വേറെ പ്രസവിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കുട്ടിയുടെ നിർണായകമായ പരിപാടി, ഇപ്പം നമ്മുടെ കുട്ടിക്ക് സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ടാവും, മദ്രസയിൽ എന്തോ പരിപാടി ഉണ്ടാകുമ്പോൾ അന്ന് ബാപ്പ ലീവ് എടുത്തിട്ട് അവിടെ ഉണ്ടാവണം. എന്നോടൊക്കെ എൻ്റെ മോൻ എപ്പോഴും ചോദിക്കും, എൻ്റെ മോന് സ്കൂളിലൊക്കെ പാട്ടൊക്കെ ഉണ്ടാവും, അതിലൊക്കെ പങ്കെടുക്കും. അപ്പം എന്നോട് ചോദിക്കും, ബാപ്പ നിങ്ങൾ വരുമെന്ന് ചോദിക്കും. അതെന്താ? ഓന് അവിടെ 2500 ആളുണ്ടായിട്ടും കാര്യമില്ല, ഓൻ്റെ ഉമ്മയും ഓൻ്റെ ബാപ്പയും സദസ്സിലുണ്ടെങ്കിൽ ഓൻ്റെ പാട്ടൊന്നും കൂടെ എന്താ ഉഷാറാവുമല്ലേ? ഓൻ്റെ ഹീറോ ഓൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ ഹീറോ ആവാനാ. ഇനി വല്യപ്പൊക്കെ ഉണ്ടെങ്കിൽ ഓരോ മുമ്പിൽ അമ്മായി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അസോസിയേഷനിൽ കുറേ മെമ്പർമാരുണ്ടാവില്ലേ, അവരെല്ലാവരും കൂടെ വണ്ടിക്ക് വിളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ പാടുമ്പോൾ ഇവരൊന്ന് ഉഷാറായി കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ ഭാര്യയ്ക്ക് ആവശ്യം വരുമ്പോൾ ഭാര്യയ്ക്ക്, ഇത് ചില ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ ഒക്കെ തുറന്നു പറയും. ഞാൻ എവിടെ പോയാലും പറയാനുള്ളതൊക്കെ തുറന്നു പറയും. മാക്സിമം ഒന്നേ ഉണ്ടാവുള്ളൂ, അടുത്ത പരിപാടിക്ക് എന്നെ ക്ഷണിക്കൂല, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ പരിപാടികൾ കുറച്ച് പരമാവധി കുറച്ച് റിസർച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒന്നും വിചാരിക്കരുത്, ഒക്കെ ഞാൻ പറയും. അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് ചില ആണുങ്ങളെ കുറിച്ച്, അത് ഇനിയിപ്പോൾ മാട്ടിൽ കുടുംബത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് പറയാൻ ഉണ്ട് എന്ന് പറയാൻ എനിക്കറിയില്ല, നിങ്ങൾ ആരും പരിചയമില്ലല്ലോ. സംഭവം എന്താണെന്നറിയോ? ചില പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത്, മൂപ്പര് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ കറങ്ങാൻ പോകും. ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ പോയി കറങ്ങാൻ പോയി, അവിടെ പോയിട്ട് ചില ആൾക്കാർ വയനാട് പോയിട്ട് എന്താണ് ചുരത്തിൽ പോയിട്ട് 25-30 ഒക്കെ കാടമുട്ടൊക്കെ തിന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പെണ്ണ് പറയും, എന്നാലും 5 എണ്ണെങ്കിലും ഒന്ന് പൊതിഞ്ഞ് കൊണ്ടുവന്നുവിടും, അതൊരു കൊണ്ടുവരില്ല. അല്ല, ഇങ്ങനെ ചെയ്യും ആണുങ്ങളില്ലേ, ആണുങ്ങളുടെ ഞാനുങ്ങളൊക്കെ കേട്ടോ, ഞാൻ വലിയ ശുദ്ധനായിട്ട് പറയില്ല കേട്ടോ, ഞാനുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ ആണുങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ, അപ്പോൾ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, മതസംഘടന ആയിക്കോട്ടെ, മഹല്ലോ, നമ്മുടെ ജോലി ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വേദികൾ ഉണ്ടാവും നമുക്ക്. അവിടെയൊക്കെ നല്ല നല്ല ഭക്ഷണങ്ങളും കിട്ടും. നമ്മളെ വീട്ടിലുള്ള ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും അത് കിട്ടൂലല്ലോ. കിട്ടാറുണ്ടോ? നമ്മളത്ര കിട്ടാറുണ്ടോ? നമുക്കിത് തിന്ന് മടുക്കുന്ന അവസ്ഥയല്ലേ? ഈ പെണ്ണുങ്ങൾ അങ്ങനെയല്ല മക്കൾ, അത് സഹോദരങ്ങൾ, അത് ചിന്തിക്കേണ്ടതാണ്. ഞാൻ നല്ല ആളായിട്ട് പറയില്ല, ഞാൻ എവിടെ പോയാലും നല്ല ഭക്ഷണം കഴിച്ചാൽ ആദ്യം എൻ്റെ കുട്ടികളെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരും. എൻ്റെ ഉമ്മ മരിച്ചുപോയി, എൻ്റെ ഉമ്മ ഉണ്ടായപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരുമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചാൽ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഞാൻ വാങ്ങിക്കൊണ്ടുപോകും. ഒന്നുകിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും, നമ്മൾ കുടുംബ വീടൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാനും എല്ലാം വാങ്ങിച്ചുകൊണ്ടുപോകും. എൻ്റെ ഉമ്മക്ക് ഉമ്മ മരിച്ചു, കുറച്ച് മുമ്പ് ഉമ്മ മരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യനും എൻ്റെ കുട്ടികൾക്ക് വേഗം ഓർമ്മ വരും. കാരണം അവർക്ക് പഠിച്ചവനെ വാങ്ങിച്ചു കൊടുക്കുക ഈ ലോകത്ത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അതിഥിയായിട്ടാണ് പോവുക. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷനോ മറ്റൊക്കെ നമ്മൾ ഓരോ 5 ദിവസത്തെ 4 ദിവസത്തെ 10 ദിവസത്തെ ക്ലാസ്സിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ട്രെയിനിങ് ക്ഷണിച്ചിട്ടുണ്ടാവും. അത് അവർക്ക് നല്ല ഭക്ഷണം അവർ തരും, കിഡിലും ഫുഡ് തരും അവർ. എനിക്കാണ് അറബ് ഫുഡ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അപ്പം നാട്ടിൽ തിരിച്ചു വന്നാൽ ആദ്യം ചെയ്യുന്നൊരു പണി, ഞാൻ വലിയ നല്ല ആളാണെന്നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കില്ല, ഈ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതാണ്, അതിൻ്റെ അർത്ഥം ഞാൻ ആഘോഷാറാണെന്നല്ല, ഇതുള്ളതാണ്. ഞാൻ ആദ്യം ചെയ്യുന്നൊരു പണി എന്താ, എൻ്റെ ഭാര്യനെയും കുട്ടീനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യും, പുറത്ത് പോയിട്ട് നല്ലൊരു എന്താണോ ഞാൻ കഴിച്ചത് അത് എവിടെ കിട്ടും അത് കൊണ്ടുപോയി ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ ചെറിയ പ്രായം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ വാപ്പ എൻ്റെ 1 വയസ്സിൽ മരണപ്പെട്ടു പോയി. എൻ്റെ വാപ്പ എൻ്റെ 1 വയസ്സിൽ മരണപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ യത്തീമായിട്ട് അങ്ങനെ ജീവിച്ച ഒരാളാണ്. ഒരുപാട് സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ, ചെറിയൊരു ഓലപ്പുര, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ എന്നെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടാൻ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്, എനിക്ക് ശരിക്കും അനുഭവിച്ചത്. കാരണം 1-ാമത്തെ വയസ്സിൽ ബാപ്പ മരിച്ചത് മുതൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, നോക്കാൻ ആരുമില്ല, ഉത്തരവാദിത്തം ഒരാൾ ഏറ്റെടുത്തില്ല. എങ്ങനെയാണ് വളർത്തിയത് എനിക്കറിയാം അമ്മാൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഉപ്പല്ലാത്തതിൻ്റെ സങ്കടം ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പല സ്ഥലങ്ങളിൽ ഒരു തലോടൽ, ഒരു സ്നേഹം, എല്ലാവരും സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടാകും, അച്ഛന്മാരും ബാപ്പമാരൊക്കെ വരും. എനിക്ക് അങ്ങനെ ഒരാൾ വരാനുണ്ടാവില്ല. ആകെ വരാനുള്ള സ്കൂളിൽ 1-ാം ക്ലാസ് പോലും സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്തൊരു പാവപ്പെട്ട ഉമ്മയാണ് എനിക്കുണ്ടായത്. അതിൻ്റെ പേരിൽ എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല, അമ്മ സ്കൂൾ പോകാത്തതിൻ്റെ പേരിൽ. പക്ഷേ എനിക്കങ്ങനെ ഉമ്മ ഉണ്ട്.
പക്ഷെ വാപ്പ വരേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും സ്കൂളിൽ, അതിന് വാപ്പ ഉണ്ടാവില്ല എനിക്ക് വരാൻ. അപ്പോൾ എന്താ എൻ്റെ വാപ്പയോടേക്കും എൻ്റെ വാപ്പ പോയി ടീച്ചറെ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു വാപ്പ മരിച്ചപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. ഇസ്രായേലിനോട് പറയാൻ പറ്റും എൻ്റെ വാപ്പച്ചിനെ കൊണ്ടുപോകില്ല. അങ്ങനെയാണ് ഇവിടെ നമ്മളെ വലിയപ്പ ആരും മരിച്ചു പോകില്ല. വാപ്പാർക്ക് അല്ലാഹു തആല ആഫിയത്തും ഇസ്സത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറൊന്ന് സ്വർഗ്ഗാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സന്തോഷകരമായ അനുഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവണം. വേണ്ടേ? അതിന് സമയം കണ്ടെത്തണം. ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഭാര്യമാർ പറയുന്ന പരാതി, ഭർത്താക്കന്മാർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞായറാഴ്ച കറങ്ങാൻ പോയി, അടുത്ത ഞായറാഴ്ചയും കറങ്ങാൻ പോയി, പിന്നത്തെ ഞായറാഴ്ച, ഇവർ മൊത്തം കറക്കാണ്. അപ്പോൾ ഈ ഭാര്യനെയും കുട്ടികളും ആരെ കൊണ്ടുപോവാ? ഞാൻ ഈ ഒരുപാട് സഹോദരിമാരുടെ സങ്കടം കണ്ടിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ആണുങ്ങളോട് വിഷമിക്കരുതെന്ന് പറഞ്ഞത്. ഞാൻ പറയും, അത് പറയേണ്ടതില്ലേ? നാട്ടിൽ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരായിരിക്കും എന്നാണ് എൻ്റെ വിചാരം, അല്ലേ? ഇല്ലെങ്കിൽ ഇൻഷാല്ലാ കുറച്ച് ശ്രദ്ധിക്കണം. ഒരു ഞായറാഴ്ച ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച പറഞ്ഞോ ഭാര്യൻ്റെ കൂടെ കുട്ടികളെ കൂടെ പോകണം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, വേറെ ഐഡിയ ഉണ്ട്. എന്താ, എടി ഞാൻ എപ്പോഴെങ്കിലും തിരക്കായിരിക്കും, അപ്പം നിനക്ക് എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ എൻ്റെ സുഹൃത്ത് റഫീഖിന് ഓനെ വിളിച്ചാൽ മതി. പറ്റുമോ? ഒരു ഐഡിയ പറയണേ, പറ്റുമോന്ന്. അങ്ങനെ ഒരു ധാർമ്മികത നമുക്കില്ലല്ലോ. അതല്ലല്ലോ നമ്മുടെ ധാർമ്മികത. ആണോ? എൻ്റെ സുഹൃത്ത് അവനെ മൊത്തത്തിലാണ് ഏൽപ്പിച്ച് കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമാവുന്നത്. റഫീഖാണെങ്കിൽ ഇപ്പോൾ റെഡി ആയിരിക്കും, ആ കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോയി. ഓൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ ഓന് സമയമില്ലാത്തുണ്ടാവുള്ളൂ, ബാക്കി ഏത് പെണ്ണുങ്ങൾ വേണമെങ്കിലും ഓൻ കൊണ്ടുപോയിക്കോ. റഫീഖ് പറഞ്ഞാൽ വേറൊരാളല്ല, നിങ്ങളും ഞാനുമാ. ഓൻ അങ്ങനെ തന്നെയാണെന്ന് പറയണ്ട. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതോ റഫീഖ് ഉണ്ടാവും, അയാളെ കുറിച്ചല്ല, നിങ്ങളും ഞാൻ എന്നെ കുറിച്ചാണ് ഈ പറഞ്ഞത്.